ജർമ്മനിയിൽ വന്നിട്ട് റേസ് നേരിട്ടുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് കാശ് കൊടുക്കുന്ന റേസ് ഇത് ആദ്യമായിട്ടാണ്. അതിൻ്റെ ബലമായിട്ട് ഇനി മേടിക്കേണ്ട എന്നൊരു സാധനമാണ് ഇത്. അത് ഒന്നല്ല രണ്ടെണ്ണം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പുറത്തു പോയപ്പം ഒരാവശ്യമില്ലാന്ന് പറഞ്ഞാൽ ഒരാവശ്യമില്ലാണ് ഞാൻ ഡി എം കയറി. ഡി എം നമുക്ക് അത്യാവശ്യം മേക്കപ്പ് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് പ്രത്യേകം ടെസ്റ്റർ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ലിപ് കോംബോ ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് അവിടുന്ന് ലിപ് ലൈനർ, ഒരു ലിപ്സ്റ്റിക്കും ലിപ് ഗ്ലോസും എടുത്തു. നോട്ട് ദ പോയിന്റ്, ടെസ്റ്റർ സെക്ഷനിൽ നിന്ന് തന്നെ ഇത്രയും സാധനങ്ങൾ എടുത്തു. എന്നിട്ട് ഞാൻ ഇതിൽ ഫസ്റ്റ് ലിപ് ലൈനർ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു പുള്ളിക്കാരത്തി, എവിടുന്നോ ഒരു പുള്ളിക്കാരത്തി ചാടി വന്നിട്ട് എന്തൊക്കെയോ കുറേ പറഞ്ഞു. ബേസിക്കലി ഇവർ ജർമ്മനിലാണ് സംസാരിക്കണത്, അതുകൊണ്ട് എനിക്ക് പകുതി മനസ്സിലായില്ല. അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് കേട്ടപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ടെസ്റ്റർ അല്ല, ഞാൻ ഇവർ വിൽക്കാൻ വെച്ചേക്കുന്ന ഒരു പ്രോഡക്റ്റ് എടുത്തിട്ടാണ് യൂസ് ചെയ്യണത്, അതുകൊണ്ട് ഞാനിത് മേടിക്കണം. അതാണേ ആരൊക്കെയോ യൂസ് ചെയ്തൊരു പണ്ടം കയറിയൊരു സാധനം. അതിലെല്ലാം ഇങ്ങനെ കളറും കാര്യങ്ങളും ഒക്കെ പറ്റിയിരിപ്പുണ്ട്. കണ്ടാ അറിയാം കുറെ യൂസ് ചെയ്തിട്ട് വെച്ചിരിക്കണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഞാൻ പൊട്ടിച്ചതല്ല, ഇതൊരു പഴയ പ്രോഡക്റ്റ് ആണ്, ഇത് ഞാൻ ടെസ്റ്റർ സെക്ഷനിൽ തന്നെ എടുത്തതാണ്, എനിക്കറിയില്ല ഇത് ടെസ്റ്റർ സെക്ഷനിൽ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന സാധനമാണ്. ലൈക്ക് ബേസിക്കലി ഇതിൽ പുതിയ സാധനമാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ട്, കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ട്. ഇതിനതില്ല. അതില്ലാത്തത് കൊണ്ടും ആ ടെസ്റ്റർ സെക്ഷനിൽ ഇരിക്കുന്നത് കൊണ്ടുമാണ് ഞാനത് യൂസ് ചെയ്തത് തന്നെ. ഇവർ സമ്മതിക്കില്ല. ഇവര് പറയണത് ഞാനത് എൻ്റെ ചുണ്ടിൽ ഞാനത് വെച്ചു, ഓക്കെ, ഞാൻ എൻ്റെ ചുണ്ടിൽ അത് വെച്ചത് കൊണ്ട് ഞാനത് മേടിച്ചിരിക്കണം എന്നാണ്. ഞാനതുകൊണ്ട് എന്താ ചെയ്തേന്ന് അറിയില്ല, ഞാൻ അതുകൊണ്ട് എന്തൊക്കെ ചെയ്തു കാണും, ഞാനതെടുത്ത് ഇനി ഇത് തിരിച്ചിവിടെ കൊണ്ട് വെക്കാൻ പറ്റുമോ, ഞാനത് തിന്നൊന്നുമില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യാനാണത് വെച്ച്. അവർക്കൊന്നും അറിയേണ്ട കാര്യമില്ല, ഇത് മേടിച്ചേ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് ആളായി ബഹളായി. ഇവരുടെ സ്റ്റാഫൊക്കെ വേറെ പുള്ളിക്കാരത്തേക്ക് വന്നിട്ട് എന്തൊക്കെയോ പറയാം. ഒരാൾ ഈ ജർമ്മനിൽ പറയുന്നു, ഒരാൾ ഇംഗ്ലീഷിൽ പറയുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ അതുവഴി നടന്നു ഒരു ചേച്ചി പുള്ളിക്കാരത്തെ വന്നിട്ട് പറയാ, ഇത് മേടിക്കണം, ഇല്ല ഇത് മേടിക്കണം. പിന്നെ അവളേതാണ് ഓടോ, ഇവര് അതും ഇതൊക്കെ പറയുകയാണ്, മേടിച്ചേ പറ്റുള്ളൂ, അങ്ങനെ ഇങ്ങനെ. എനിക്ക് അവരോട് തർക്കിച്ച് ജയിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ സൈഡ് ക്ലിയർ ആക്കാൻ ഞാൻ മാക്സിമം നോക്കി, പക്ഷെ പറ്റില്ല. അങ്ങനെ ഞാനത് സാധനം മേടിച്ചു. അപ്പോൾ ബില്ലിങ്ങിലിരിക്കുന്ന പുള്ളിക്കാരത്തിനോട് ഇവർ ചെന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പേ ചെയ്ത് കഴിഞ്ഞപ്പം പുള്ളിക്കാരി ആ ബില്ലിനകത്ത് ഇങ്ങനെ എന്തോ എഴുതി. ജർമ്മനിലായതുകൊണ്ടും അവരുടെ ഹാൻഡ് റൈറ്റിംഗ് എനിക്ക് തീരെ മനസ്സിലാവാനതുകൊണ്ട് ഞാൻ ചോദിച്ചു അതെന്താ എഴുതിയിരിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് വേറെ DM-ൽ, ലൈക്ക് ഞാൻ വേറെ ഷോപ്പിൽ ഇതിൻ്റെ വേറെ ബ്രാഞ്ചിലൊന്നും കൊണ്ടുപോയി ഇത് ഞാൻ കൊണ്ട് വിൽക്കാതിരിക്കാൻ വേണ്ടി എഴുതി തന്നിരിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ഒന്നാമതേ പൊളിഞ്ഞിരിക്കുക. എനിക്ക് അതുകൂടെ കേട്ടപ്പോഴത്തേക്ക് എൻ്റെ കുരു പൊട്ടി. ഞാൻ ആ സെറ്റിൽ അവിടെ ചുറ്റുകൂടി അവിടെ ഡസ്റ്റ്ബിനിൽ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അത്ര ചീപ്പല്ല, എന്താ ഞങ്ങളെക്കുറിച്ച് വിചാരിച്ചിരിക്കണത്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എനിക്കാണ് പറ്റണില്ല, എന്തോ എന്നെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്ത് എനിക്ക് ഒട്ടും പറ്റിയില്ല. അപ്പോഴത്തേക്കും എൻ്റെ ഈഗോ ഹർട്ടായി. ഞാൻ തിരിച്ചു വന്നിട്ട് ഇതേ പ്രൊഡക്റ്റിൻ്റെ ഒരു പീസും കൂടെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതെടുത്ത് ബില്ല് ചെയ്യാൻ കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ പഴയ പ്രോഡക്റ്റ് എനിക്ക് വേണ്ട, എനിക്ക് പുതിയ പ്രോഡക്റ്റ് മതി, ഇത് ആരൊക്കെ യൂസ് ചെയ്തതാണ്, എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പിന്നെ ഇല്ല, പഴയ ആൾക്കാരൊക്കെ അവരൊക്കെ തിരിച്ചു വന്നു. അവരെന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് പഴയ പ്രോഡക്റ്റാണ്, എനിക്ക് പഴയ പ്രോഡക്റ്റ് വേണം, ഞാൻ പുതിയ പ്രോഡക്റ്റ് മേടിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവർ എന്തൊക്കെയോ പറയാ, പറ്റില്ല, ഈ പഴയ പ്രോഡക്റ്റ് എന്ത് ചെയ്യാനാ. ഞാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഇത് പഴയതാണോ, ഇത് കുറെ ആൾക്കാർ യൂസ് ചെയ്താണോ, അതെ. ഇതിന് കവർ ഉണ്ടായിരുന്നോ, ഇല്ല. അപ്പൊ ഇത് പഴയതാണോ, അതെ. എന്നിട്ട് അവരെന്നെ കൊണ്ടത് മേടിപ്പിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ആരൊക്കെ യൂസ് ചെയ്ത് ഈ സാധനം എനിക്ക് വേണ്ട. ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ എനിക്ക് എന്താ പുതിയത് മേടിച്ചുകൂടെ എന്നാ. ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് വേണ്ട, ഞാൻ പുതിയ പ്രോഡക്റ്റ് മേടിച്ചോളാം, ഞാനിത് പേ ചെയ്തോളാം, എനിക്കതിന് ഫ്രീ ആയിട്ടൊന്നും തരണ്ട, ഞാനിത് പേ ചെയ്തോളാം. അവർക്ക് പറ്റില്ല, ഞാൻ ആ പഴയ പ്രോഡക്റ്റ് കൊണ്ട് ഞാൻ പോകണം. ഞാൻ പറഞ്ഞു, എനിക്ക് ആ പ്രോഡക്റ്റ് വേണ്ട, നിങ്ങൾക്ക് എന്താ വെച്ചാൽ അതുകൊണ്ട് ചെയ്തോളാം, എനിക്കത് വേണ്ട, ഞാൻ കൊണ്ടുപോയില്ലാന്ന് പറഞ്ഞു. ഇപ്പോഴത്തേക്കും അവരതെടുത്തെറിഞ്ഞു. എന്നിട്ട് അവരതെടുത്തെറിയോ എന്തൊക്കെയോ ചെയ്ത് ഭയങ്കര റൂഡായിട്ട് അവിടെ എന്തൊക്കെയോ പറഞ്ഞ് സംസാരിച്ച് ഞാനിത് പേ ചെയ്തിട്ടിറങ്ങി. കസ്റ്റമേഴ്സിനോട് ഡീൽ ചെയ്യുമ്പം അതിൻ്റെതായ മര്യാദയിൽ ഡീൽ ചെയ്യാം. നമ്മൾ പുറത്തുനിന്ന് വന്ന ഇന്റർനാഷണൽസ്, ലൈക്ക് മെയിൻലി നമ്മളൊന്നും ഇവർക്ക് അത്ര പിടുത്തല്ല എന്നും പറഞ്ഞ് നമ്മളും ഇവിടെ ജീവിക്കും, നമ്മൾ മനുഷ്യരല്ലേ, നമ്മളോട് മര്യാദയ്ക്ക് പെരുമാറാലോ. ഇതിപ്പോ നടന്ന സംഭവം ഞാൻ ഭയങ്കര ഫ്രഷ് ആയിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ എനിക്കിത് ഓർക്കുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഇമോഷണൽ ആവുന്നു. ലൈക്ക് കുറെ ആൾക്കാർ മുന്നേ വെച്ച് എന്നെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തു. അതും ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിന്, ദൈവമേ, ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിന് എന്നെ അക്യൂസ് ചെയ്തു. അപ്പൊ എനിക്ക്
ലൈക്ക് ഭയങ്കര വിഷമായി. എന്നെ അത്രയും ആൾക്കാർ മുന്നിൽ വെച്ചിൽ ഭയങ്കരമായിട്ട് ഇൻസൾട്ടും ചെയ്തു. ലൈക്ക് അവർക്ക് മര്യാദയുടെ ഭാഷയിൽ എന്നോട് ആദ്യമേ പറയാമായിരുന്നു. മര്യാദയ്ക്കെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ആദ്യം തന്നെ വഴക്കൊന്നും ഉണ്ടാക്കാണ്ട് ഞാൻ തന്നെ ഓക്കെ എന്നാൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതായിരിക്കാം എന്നുള്ള രീതിയിൽ ഞാനത് മേടിച്ചേനെ. പക്ഷെ ഇവർ വന്നത് ഭയങ്കര റൂഡായിട്ടാണ്, ഭയങ്കര അലറി വിളിച്ച് ഭയങ്കര ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയാ വന്നത്. അപ്പോഴത്തേക്ക് ആൾക്കാർക്ക് എന്നെ നോക്കുക, ഞാൻ എന്തോ അവിടുന്ന് എന്തോ ഞാൻ മോഷ്ടിച്ച പോലെയാണ് ഇവരൊക്കെ എന്നെ നോക്കണേ. ഞാൻ മനസ്സാ വാച അറിയാത്തൊരു സംഭവം അതിനെന്നെ ഭയങ്കരമായിട്ട് അക്യൂസ് ചെയ്തു. എന്നിട്ട് ഇത്രയും ആൾക്കാർ മുന്നിച്ച് ഇൻസൾട്ട് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അത് തന്നെ പറ്റുന്നില്ല. ഇത്ര ആൾക്കാർ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിന് എന്നെ അക്യൂസ് ചെയ്യണം. അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതുകൊണ്ട് തന്നെയാണ് പേ ചെയ്തത്. പിന്നെ എനിക്ക് ആ ബില്ലിൽ ഇങ്ങനെ എഴുതി കൂടെ തന്നപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് പറ്റണില്ല. അപ്പോഴത്തേക്ക് എൻ്റെ ഈഗോ ഹർട്ടായി. ഈഗോ ഹർട്ടായിട്ട് ഞാൻ തിരിച്ചു പോയി സാധനം മേടിച്ചിട്ട് എന്താ എൻ്റെ പൈസ പോയത് മാത്രം വെച്ചം. അവര് പിന്നെ അവിടെ നിന്ന് എന്തൊക്കെയോ അവര് തന്നെ ആ പെൻസിലൊക്കെ എടുത്തെറിഞ്ഞിട്ട് അവര് ഭയങ്കര പിന്നെയും ബഹളം ഉണ്ടാക്കി പോയി. എൻ്റെ പൈസ പോയത് മാത്രം വെച്ച് അവിടെ റേസിസം ജയിച്ചു, ഞാൻ തോറ്റു. ആർക്കും ഇങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. എല്ലാവരും പോയി സാധനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ടെസ്റ്റർ തന്നെ ആണോ എന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം അത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ.